നിങ്ങൾ ദുബായിൽ അത്യാവശ്യം വലിയ കമ്പനീസിലൊക്കെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV വെച്ച് വേണം ജോബിന് അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ CV റിജക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ATS? എന്തിനാണ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV വെച്ച് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതെന്നറിയോ? ATSന്റെ ഫുൾ ഫോം ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഇവിടെ ഒരു വലിയ കമ്പനീസിലൊക്കെ പെർ ഡേ ഒരുപാട് CV ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. സോ അത് മുഴുവൻ ചെക്ക് ചെയ്യാൻ അവിടെയുള്ള HR-ന് ടൈം ഉണ്ടാവില്ല. ഇതിനു വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും അവർക്ക് പറ്റില്ല. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് CV ഒക്കെ വരുന്ന കമ്പനീസൊക്കെ ATS സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. അതിൽ കമ്പനി ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് അവർ ഹയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് CV-യിൽ ഉണ്ടായിരിക്കണം എന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന CV ഈ ഒരു സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്ത് അതിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ CV ആയിരിക്കും HR-ന്റെ കയ്യിലെത്തുന്നത്. നമ്മളിവിടെ ദുബായിലിരുന്ന് ദിവസം ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഒക്കെ വഴി അപ്ലൈ ചെയ്യുന്ന CV ചിലപ്പോൾ ഇതുപോലെ ATS സോഫ്റ്റ്വെയർ റിജക്റ്റഡ് ആക്കുന്നുണ്ടായിരിക്കും. മീൻസ് ആ കമ്പനിയുടെ HR നമ്മുടെ റെസ്യൂം കാണുന്ന പോലും ഉണ്ടാവില്ല. ഈ ATS വഴി ഷോർട്ട് ലിസ്റ്റ് ആയി കിട്ടുന്ന CV-യിൽ നിന്നായിരിക്കും ആ കമ്പനിയുടെ HR ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. നിങ്ങളുടെ CV-യിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.